പിന്നെ അവനെ പ്രകാശ 250 എന്നുള്ളൂ. അതാണ്, അതും കൂടെ കിട്ടിയാലേ എനിക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ. അത് 250 ആണോ അതാ 250 ആണല്ലോ. ആ ശരി. പിന്നെ നടരാജൻ തന്നില്ലേ? ഈ നടരാജൻ ഇത്ര ദാരിദ്ര്യോടെ ഇത് പറ്റൂല. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവൂല. കൃത്യമായിട്ട് പൈസകൾ കളക്ട്. എന്താ സാന്റാക്ലോസ് എപ്പോ വരും? സാന്റാക്ലോസ് ഒരു നിമിഷം. ആര്? ആരാ അപ്പൂപ്പൻ? അപ്പൂപ്പ ഇവിടെ വന്നല്ലോ, ഉണ്ടായിരുന്നല്ല. ക്രിസ്മസ് അപ്പൂപ്പൻ സാന്റാക്ലോസ്. ക്രിസ്മസിന് വരും സമയമാകുമ്പോ. ആൻസർ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തോന്ന് പിള്ളേരെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? സാന്താക്ലോസ് അതാര്? സാന്റാക്ലോസ് ക്രിസ്മസ് അപ്പൂപ്പൻ. ഓ അതൊക്കെ കഥയാണ്, അതൊന്നും ഇവിടെ വരെയൊന്നുമില്ല. കഥയൊന്നല്ല, അത് ശരിക്കും അങ്ങനെ ഒരാളുണ്ട്. ഇത് ആര് പറഞ്ഞത്? അച്ഛനും മാമനൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് മാമൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കുക. അല്ലാതെ എന്റെ അതൊക്കെ വെറും കഥയാണ്, ചുമ്മാ പിള്ളേരെ പറ്റിക്കാനായിട്ട്. അല്ല, പണ്ട് ക്രിസ്മസ് അപ്പു എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടേ. ക്രിസ്മസ് അപ്പു സെന്റ് നിക്കോളാസ്, അങ്ങനെയും വിളിക്കാം. എന്നിട്ട് ഈ കഥ ഒരിടത്ത് ക്രിസ്മസ് അപ്പൂപ്പൻ ഒരാളുണ്ടായിരുന്നു. ക്രിസ്മസ് അപ്പൂപ്പന്റെ ശരിക്കുള്ള പേരെന്തായോ സെന്റ് നിക്കോളാസ്. എന്നിട്ട് അവർക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. തന്റെ കൈയും വെച്ച് കുറച്ച് പാവകൾ ഉണ്ടാക്കി പോയിട്ട് മേൽക്കൂരെ കൊണ്ടുവെക്കും. അത് നല്ല അച്ചടക്കമുള്ള മര്യാദയുള്ള കുട്ടികളുള്ള വീട്ടില്. നിങ്ങളെ പോലുള്ള കുട്ടികളുടെ അടുത്ത് ഒരു അപ്പൂപ്പനും വരൂല. ഇവിടെ ഉള്ള അപ്പൂപ്പൻ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ മടിക്കാണ് നിങ്ങളെ വേളം കാരണം. അതെ. എന്നിട്ട് എല്ലാ വീടും കൊണ്ട് വെച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് സാന്റാക്ലോസ് കൊറേ ക്ഷീണിച്ച്. അപ്പൊ വീട്ടിൽ പോയി മാന എടുത്തോണ്ട് വന്ന് വേറെ കൊറേ വീട്ടിൽ പോയി വെച്ചിട്ട് വന്നപ്പോഴേ മാന്റെ കാല ഐസിലായി പോയി. ഓ അത് ശരി. എന്നിട്ട് മാലാ പ്രത്യക്ഷപ്പെട്ട് കൊള്ളാം. നല്ല കഥ. ഇത് ആരെഴുതിയത് കഥ? പൊട്ട കഥകളാണ്. അതെ, ഇനിയിപ്പോ സാന്താക്ലോസ് കഴിഞ്ഞ ക്രിസ്മസോടുകൂടി ക്ലോസ്, ഇനി ഇല്ല. ചുമ്മാ ഞാനേ ഈ കണക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയും പിള്ളേരെ. ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ അവിടെ ചെന്ന് അച്ഛൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി ചോര് പോ. എന്റെ പൊന്നെ, ഇത് ഇതുവരെ പൊളിച്ചില്ലേ തേങ്ങ? എന്താ നിങ്ങൾ അന്ന് ഇത് പൊളിക്കാൻ എത്ര നേരമായി പറഞ്ഞേക്കണേ? ഇത് പൊതിച്ചു തരാത്ത എന്തിയേ? ഈ തേങ്ങ ഇവിടെ കൊണ്ടുവന്നിട്ട് പൊതിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓരോ എന്റെ ജോലികൾ പിന്നെ ചെയ്യണ്ടേ, അതെനിക്ക് ചെയ്യണ്ടേ. അപ്പൊ ഇതാര് ചെയ്യും? ഇതാണിപ്പോ ഭയങ്കര അത്യാവശ്യമല്ലേ ഇവിടെ. അങ്ങ് ചെയ്യ് ക്ലീറ്റോ. എത്ര നിങ്ങൾക്ക് ഇത്? നാളത്തേക്ക് വേണ്ടേ? ഈ നാളത്തേക്ക് നാളെ പൊതിച്ചാ പോരെ? നാളെ പൊതിച്ചാലും 100 കൂട്ടം പണിയായിരിക്കും. എൻ്റെ ഇടയ്ക്ക് തേങ്ങ പൊതിക്കാൻ ഇതൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചില്ലെങ്കിലേ ഒന്നും നടക്കൂല. എനിക്ക് കൈവേദന, അല്ലെങ്കിൽ ഞാൻ പൊതിച്ചേനെ. ഇത് ഇവിടത്തേക്ക് തന്നെയാണോ? അതായത് കുടുംബശ്രീയിലെ വല്ല പരിപാടിക്കും കൂടെ ചേർത്ത് എന്നെ കൊണ്ട് പൊളിപ്പിക്കുന്നതാണ്. മറ്റേ അവരാരെങ്കിലും വിളിക്കണോ? അൻസാറിനെ ആരെങ്കിലും വിളിക്കണോ ക്രിസ്മസിന്? അപ്പുക്കുട്ട സാറിന്റെ വീട്ടില് സാറിന്റെ വീട്ടിലൊന്നും വേണ്ട. വേണമെങ്കിൽ അൻസാറിനെ നടരാജനെയും വിളിച്ചോ. അപ്പുക്കുട്ടൻ സാറ് ഒരെണ്ണം പോരെ? പൊളിക്ക് ക്ലീറ്റോ. വിഷം കേട്ടല്ലേ? ബാക്കി നമുക്ക് നാളെ പൊതിക്കാന്നേ. നാളെ പൊതിക്കാൻ സമയമില്ല. എനിക്കിത് പറഞ്ഞിട്ട് അത് ബാക്കി ഞാനേ ഓരോ പാർട്ടിയിലെ പല പരിപാടികളും ഒന്ന് ഒതുക്കി സ്വസ്ഥമായിട്ട്. കൂട്ടിൽ ഉണ്ണി പിറന്നല്ലോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് പിള്ളേരൊക്കെ ഏത് വീട്ടിലാണ്? എവിടത്തെ ആയാലും കൃത്യമായിട്ട് തിരിച്ച് വീട് കൊണ്ട് നിൽക്കണം. അതിനെ പിള്ളേരെ കാണാലെന്ന് പറയുമ്പോൾ പരാതിയായിട്ട് വരരുത്. ഒരു പരാതി പൈസ വേണ്ടേ? പിന്നെ നമ്മളെ വിളിച്ച പൈസ കൊടുക്കാതിരിക്കുവോ? ഇതിൽ കൂടി 10 ദൈവമേ, എത്ര വീട്ടിൽ പോയി?
പാർക്കുട്ടി നിനക്ക് 40 ഉണ്ട്. ഇവരെല്ലാം അവരവരുടെ വീടുകളാക്കണം കേട്ടോ. നമുക്ക് കണക്ക് സെറ്റിൽ ചെയ്യാം പിന്നെ. അത് പള്ളി വരെ പള്ളിക്കൂടം വരെ കണക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുക്കും. അത് കൊടുക്കും. അങ്ങനെ അത് വേണ്ട. അവിടെ കൊടുക്കുന്നതിന് ഈ വീട്ടിൽ നിന്ന് കിട്ടണ്ടേ? കിട്ടാൻ അത് വാങ്ങിച്ചു. എന്റെ ദൈവമേ, നീ ആദ്യം കൊച്ചിന് പൈസ കൊടുക്ക്. അത് സെറ്റിൽ എന്നിട്ട് മതി ബാക്കി പരിപാടി. കൊടുക്കും. അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ ശരി, 2 കൊട്ടും കൂടെ ഇവിടെ കൊട്ടിയിട്ട് അടുത്ത വീട്ടിൽ സ്ഥലം വിട്ടോ. ഇവിടെ പൈസ മേടിച്ചോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. റെഡി പപ്പാനി. എനിക്ക് കണ്ണൊന്നും കണ്ടുകൂടാ ദൈവമേ. പിള്ളേരെ അവിടെ എത്തിച്ചോളാം കേട്ടോ. റെഡി. പുൽക്കൂട്ടിൽ അല്ല കഴിഞ്ഞു. കാശ് വിടാതെ. അതേപോലെ ഒരു കാര്യം, ഞാൻ ഇല്ലാത്തപ്പോ പോകുന്ന വഴിക്ക് ഒരു വീട്ടിലും കയറരുത്. അഥവാ കയറി പിരിച്ചാ എനിക്ക് ഷെയർ തരണം. ഓക്കെ? പാറു എല്ലാരും വീട്ടിലാക്കിടാം. നിന്റെ ഉത്തരവാദിത്തം. ഒറ്റയ്ക്ക് വിടാനോ? അത് ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല. വാ. അപ്പൊ ശരി എല്ലാരും. അപ്പൊ അടുത്ത ക്രിസ്മസിന് ഇതുപോലെ വരണം. വീട്ടിൽ ചോദിച്ചാൽ റൊണാൾഡോങ്കിൽ ഇഷ്ടംപോലെ പൈസ തന്നെ പറയൂ കേട്ടോ. എന്നാലേ നമുക്ക് അടുത്ത വർഷം ഇറങ്ങാൻ പറ്റുള്ളൂ. വാ, ഞാൻ അവരെ മേലോട്ട് നാക്കട്ടെ. ഇത് മാറ്റി. നീ എവിടെ സയ്യും വാ. അവരൊക്കെ പോട്ടെ. അപ്പൊ ഓക്കെ, ടാറ്റാ. അങ്ങോട്ട് കേറ്റി വിടേട്ടോ റൊണാൾഡേ. കൊണ്ട് ഏൽപ്പിച്ചിട്ട് വാ. നീ വന്നേടി. നീ ഇതൊക്കെ എപ്പ പോയി ഒപ്പിച്ചു നിങ്ങള്? എല്ലാം റൊണാൾഡോ മാമ. സൂപ്പർ ക്രിസ്മസ് ആയിരുന്നു. ഹാപ്പി ആയല്ലോ. ഈ പോയടത്തുനിന്നൊക്കെ നല്ലപോലെ പൈസ കിട്ടിയോ? കിട്ടി. അപ്പൊ അതിന്റെ ഒരു ഭാഗമേ ഇവിടെ പിള്ളേർക്ക് കൊടുത്തോളൂ. അതെല്ലാം റൊണാൾഡോ കയ്യിലുണ്ടാവും. ശരി, താങ്ക്സ്. പപ്പയുടെ മക്കൾക്ക് സ്നേഹത്തോടെ പപ്പ. സമ്മാനം കിട്ടി. അപ്പൊ അതെ, രാവിലെ നിങ്ങളെ പരാതി പറഞ്ഞത് പരാതി തീർന്നു. പപ്പയുടെ ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ പരാതിയായിരുന്നു. നമ്മളെ ഈ പപ്പയുടെ കാര്യമല്ലേ നമ്മൾ രാവിലെ പറഞ്ഞത്. ഈ പപ്പയുടെ കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയാം. മറ്റേ മാളിന്റെ പുറത്തുനിന്ന് ആകാശത്ത് വന്ന് തരൂലേ, ആ പപ്പയുടെ കാര്യം. തൽക്കാലമേ ഇപ്പൊ ഈ സമ്മാനം കൊണ്ട് തൃപ്തി വിടാം. അകത്ത് പോയിട്ട് എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടെ വീതിച്ചെടുത്തോ. കൊണ്ടുപോക്കോ കേട്ടോ. പൈസ കളയാതെ ഇങ്ങോണ്ടാ പൈസ എടുത്ത് വെച്ചേക്കാം. കൊണ്ടാ പോയി മേലെ എടുക്കുന്നല്ലോ. ശരി, അമ്മയുടെ കൊടുത്തേ. ക്ലീറ്റങ്ങ് വാ. തേങ്ങ ഒതിച്ചില്ല. പൈസ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വിളിച്ചാ പോലെ. വന്നേ ക്ലീറ്റോ അങ്ങോട്ട്. ചെല്ല്. നല്ലോ അത് കഴിച്ചിട്. അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും. അത് വേണ്ട, ഇത് വേണ്ട. യേശു പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വചനപ്പെട്ടി കൊണ്ട് ഇല്ല, ഓരോ ആത്മീയമായ രാവിലെ മുതലിരിക്കുന്നത് കടയിൽ പോകലീറ്റോ. സാധനങ്ങൾ മേടിക്കണ്ടേ ക്രിസ്മസിന്റെ? ഞാൻ പോണോ? പിന്നെ പോണ്ടേ? ചെവി പോട്ടമാ. ഇത് അപ്പുറത്തെ വീട്ടിലുള്ളവരും കേൾക്കണ്ടല്ലോ. നീ ഇവിടുന്ന് ലില്ലിയെ മെല്ലെ വിളിച്ചാൽ മതിയല്ലോ. ലിസ്റ്റ് എഴുതാൻ. അപ്പൊ എന്നോട് എപ്പ പറയാം? വന്ന് വാ ഇങ്ങോട്ട്. എടുത്താ ഞാൻ എഴുതട്ടെ. അതെ, സാധനങ്ങൾ ക്ലീറ്റോ റെഡി ആയിട്ട് വാ. സാധനങ്ങൾ മേടിക്കാൻ പോവാൻ രാവിലെ മുതൽ റെഡി ആവാൻ പറയണതായിട്ട് ഇങ്ങനെ ഇരിക്കുക. അതെ, ഈ വീട്ടിൽ ഞാൻ ഒരാൾ മാത്രമല്ല ആണായിട്ടുള്ളത്. സാധനം മേടിക്കാൻ ഉത്തരവാദിത്വം വേറെ പലർക്കും ഉണ്ട്. അവരൊക്കെ എവിടെ? അവൻ ജോലിക്ക് പോയില്ലേ? ജോലിക്ക് പോയി.
ജോലിക്ക് മനഃപൂർവ്വം പോയി. അമ്മ ഇതിപ്പോ ഇവിടെ ഒരു ആഘോഷം നടക്കാൻ പോണെന്ന് അറിഞ്ഞിട്ട് ഇവൻ മനഃപൂർവ്വം ഡ്യൂട്ടി വാങ്ങിച്ച് മുങ്ങിയതാണ്. അയ്യേ ഇങ്ങനെ പറയരുത് കേട്ടോ ക്ലീറ്റോ ചേട്ടാ. എല്ലാ ആഘോഷത്തിനും ഏട്ടന് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ടല്ലോ. എവിടെ 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 ഇതൊക്കെ എനിക്കും അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷെ ഞാനത് ചെയ്യാത്ത എന്താണ്, അത് മര്യാദയല്ല. ഞാൻ ഇപ്പൊ ഇച്ചിരി ആത്മീയമായിട്ട് ഇരുന്ന് 2 ദിവസം വീട്ടിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ വരല്ലേ. ഇന്നിപ്പോ വേറൊരു പണിയില്ലല്ലോ, ക്ലീറ്റോ കടയിൽ പോയിട്ട് വാ. എനിക്ക് പണിയില്ലെന്ന് നിന്റെ താഴെ പറഞ്ഞത്. എനിക്ക് പണിയില്ലാഞ്ഞിട്ടല്ല, ഞാൻ ലീവ് ആക്കിയതാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് ചോദിച്ചിട്ട് അപ്പക്കട സ്ഥാനത്ത് മീറ്റിംഗോ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ അതല്ല, ഞാൻ 2 ദിവസം ഇച്ചിരി സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ വെച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ദിവസം വരാൻ പോയല്ലോ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയൊന്നുമല്ല. ഇരുന്നോ പ്രാർത്ഥനയായിട്ട് ഇരുന്നോ? സാധനം വാങ്ങിച്ചു തന്നിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് സാധനം അവൻ വാങ്ങിച്ചു തരാമല്ലോ. അവനെങ്ങനെ എങ്ങനെ വാങ്ങിച്ചു തരാം? അവന് പറ്റൂലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ ആരെങ്കിലും സഹായികളുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, അവന് അവരേലും വാങ്ങിച്ചു കൊടുത്തു. അല്ല ഏട്ടൻ ഈ വീട്ടിലില്ലെങ്കിൽ ഇവിടെ ഒരു ആഘോഷവും ഇല്ലേ? പലപ്പോഴും അവൻ ഇങ്ങനെ മുങ്ങും. ഇത് മനഃപൂർവ്വം, ഇത് എനിക്കറിയാം. ഇതൊരു പ്രാർത്ഥനയല്ല, ഇത് മനസ്സിന്റെ ഒരു ശാന്തതയല്ല. കയ്യില് പൈസ ഇല്ല. മരുമോളെ മോളെടുത്ത് മായി വെച്ച് മിണ്ടായിരിക്കാന്ന് പറ്റില്ല. ക്ലീറ്റോന്റെ പൈസ ഇല്ല. അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതൊന്നും ചൊന്നു. എന്റെ പൈസ ഉണ്ട് ഇല്ല. നിന്റെ താരം പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടെന്ന് ഒരു തീരുമാനം എടുത്ത് മനസ്സിനെ ശാന്തമാക്കി സമാധാനമായിട്ട്. ഇഷ്ടമാണ് നല്ലൊരു ദിവസമായിട്ട് ഇവിടെ അലസണ്ട ഉണ്ടാവരുത്. മക്കൾ ഇവിടെ ശാന്തമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പൈസയും കണ്ടു ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് വരാം. പൈസ ഞാൻ തന്നിട്ട് നിങ്ങൾ പോയി വാങ്ങിക്കാനാ? അതൊന്നും വേണ്ട. പൈസ ചെലവാക്കാരെങ്കിൽ എനിക്കറിയാം വാങ്ങിക്കാൻ. നിങ്ങളെ കൂടെ ലിസ്റ്റ് പറഞ്ഞോ. ലിസ്റ്റ് പറഞ്ഞോട്ടെ അങ്ങോട്ട് എഴുതി. ഞാനും മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി. ബീഫ് എന്തായാലും എഴുത്. ബീഫ് ഒരു 3.5 വേണ്ടേ? അല്ല ആരെങ്കിലും ഒക്കെ വരുന്നെങ്കിൽ ഈ 3 അരയായിട്ട് എന്തിനാ വാങ്ങിക്കുന്നത്? 4 വാങ്ങിക്കാം. എന്തിന്? നിങ്ങളെന്ത് ഇവിടെ കല്യാണം നടത്താൻ പോണോ? അത് സമൂഹത്തിൽ നടത്താൻ പോകുന്ന 4 കിലോ ബീഫ് ചേട്ടാ രാവിലെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കണം, പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടേ ഫ്രൈ ചെയ്യണം ബീഫ്. അതെ, ഒരു മനുഷ്യന് മര്യാദക്ക് കഴിക്കാനാണെങ്കിൽ 1.5 കിലോ ബീഫ്, അങ്ങേയറ്റം 2 കിലോ മതി. 2 കിലോ ബീഫോ? 2 തന്നെ കൂടുതലാണെന്ന് അവനും അറിയാം. അതുകൊണ്ടാ പറഞ്ഞത്. ഇത് 2 ഞാൻ തന്നെ പറയണത്. കൂടുതലല്ല, രാവിലത്തെ കാപ്പിക്ക് പോലും 2 കിലോ ബീഫ് തികയത്തില്ല. കാലത്ത് നിങ്ങൾ ബീഫേ കയറ്റുള്ള. കാലത്ത് ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയത് ശരിയാവൂലേ? ക്രിസ്മസിന് എന്ത് വെജിറ്റബിൾ സ്റ്റൂ കഴിക്കാൻ പാടില്ല? പറ്റത്തില്ല, ബീഫ് സ്റ്റൂ തന്നെ കഴിക്കണം. എന്ത് ആഹാരം കാണാൻ നടക്കുന്ന 4 കിലോയോ? 4 കിലോ എന്ന് ഒരുമിച്ച് പറ്റൂല. ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടോ? 110 രൂപ. രണ്ട് ചിക്കൻ, 2 കോഴി, 2 കോഴി, 3 കിലോ വീതമുള്ള 2 കോഴി. ഒറ്റ കോഴി മതി. 4 കിലോ ഉള്ള ഒരു കോഴി ആർക്ക് തേക്കാൻ? ഇതേ ഈ പിള്ളേര് വറക്കണോന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. പിന്നെ അപ്പുറത്തോട്ടൊക്കെ കൊടുക്കണ്ടേ? സുൽച്ചേച്ചിക്കണം. ഇനി എന്തിന് സുലൂനൊക്കെ കൊടുക്കുന്നത്? അവരെന്തെങ്കിലും ഇവിടെ കൊണ്ട് തരുന്നതാ. അവരെന്തിനെല്ലാം കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം മനുഷ്യനെ ട്രാപ്പിലാക്കാൻ വേണ്ടിട്ടും. നീ കൊണ്ടുവന്ന ഒന്നും വാങ്ങിക്കണ്ട. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും. 5 കിലോ വെള്ളയരി, 1 കവർ ഉപ്പ്, 1 കവർ തൈര്. സന്തോഷമായോ? അത് മതിയല്ല. പിന്നെ തൈരും മീനും പാടില്ല. അത് തന്നെ. മീനാ? ഓ, പിന്നെ ക്രിസ്മസിന് മീൻ വേണ്ടേ? എന്റെ കർത്താവേ, ഈ ക്രിസ്മസോടുകൂടി ലോകം അവസാനിക്കാൻ വല്ലതും പോകണ്ട. അല്ല, നിങ്ങളെല്ലാം കൂടി ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണ് നാട് വിട്ട്. മീന് ന്യൂ ഇയർ കഴിക്കാം. ന്യൂ ഇയറിന് കഴിക്കാനോ? ക്രിസ്മസിന് കഴിക്കുന്ന അന്നത്തെ ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ. എടാ, 10-40 കൊല്ലം നിനക്ക് ആ ഒരു ഇത് കിട്ടിയില്ലേ? ഈ ക്രിസ്മസിനൊന്നും വേണ്ടാന്ന് എടേ. ഈ 5 മിനിറ്റിൽ ഇതാ വരാന്ന് പറഞ്ഞിട്ട് എന്തുവാണ് ഇത്? ബാത്റൂമിൽ പോയി. പിന്നെ ആദ്യമേ ബീഫ് മേടിച്ചാലോ? ബീഫ് ഞാനത് ആലോചിച്ചോണ്ടിരുന്നേ. ഈ ബീഫ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നല്ല ബീഫ് ആരാ വെട്ടണെന്നുള്ളത് അറിയില്ല. ഇവിടെ മാർക്കറ്റിൽ നല്ല ബീഫ് അല്ലെന്ന് കേട്ടു. തിരുമല ഷിഹാബ് ഷിഹാബിന്റെ വേണ്ട. ഷിഹാബ് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മുറ്റ് ബീഫിനാണ് ഇടണത്. നമുക്ക് പാളയം മാർക്കറ്റിൽ ബീഫ് എന്നെ പിന്നെ നമ്മുടെ ഫ്രണ്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് പിന്നെ വാങ്ങിക്കാം ബീഫ്. ഇവിടെ പോയി ചിക്കൻ മേടിക്കാം. ചിക്കൻ നാടൻ കോഴി വേണം. നാടൻ കോഴി എവിടെ? ഹംസയുടെ കട നാടനും എല്ലാം ഉണ്ട്. ഈ ഇവിടെ പാളയത്ത് പറഞ്ഞെടുത്ത് തന്നെ കോഴിയും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാടൻ കോഴി കിട്ടുമെങ്കിൽ അത് വാങ്ങാം. അതാ എനിക്ക് നമുക്ക് ഇവിടെ കയറി മീൻ മേടിക്കാം. മീൻ എന്തിനാ ഇപ്പൊ മേടിക്കണം? പിന്നെ മീൻ എപ്പോ മേടിക്കാൻ? മീൻ ഇപ്പോഴേ മേടിച്ചു വെച്ചാൽ മീൻ ഇരുന്ന് ചീഞ്ഞു പോകില്ലടാ. മീനൊക്കെ പിന്നെ മേടിക്കാം, അവസാനം മേടിക്കാം. മീൻ എവിടുന്ന് ചെയ്യാം? ഇത് കൊണ്ടു ചെല്ലുക പാചകം വെക്കുമല്ലേ, പിന്നെ ചെയ്യത്തില്ലല്ലോ. മീൻ വാങ്ങാം. നീ ഒന്ന് സമാധാനം താടേ.
ഈ ആ സമയം നമുക്ക് പലചരക്കൊക്കെ അങ്ങ് മേടിക്കാം. തൈരും എണ്ണയും മസാലയൊക്കെ അങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ. പലചരക്ക് സാധനം എന്തിനാ ഇപ്പോഴാണ് വാങ്ങണത്? പിന്നെ എപ്പോൾ മേടിക്കാം? അതൊക്കെ സമാധാനമായിട്ട് ഏറ്റവും ഒടുവിൽ വാങ്ങിയാൽ മതി. പലചരക്ക് സാധനം അത് പിന്നെ വാങ്ങാം. ഈ പിന്നെ വാങ്ങാന്ന് പറഞ്ഞാൽ ക്രിസ്മസിങ് എത്തി. അത് പിന്നെ വരുന്ന അടുത്ത വർഷമേ ഉള്ളൂ. എടാ ഇത് വാങ്ങണമെന്ന് എനിക്കുണ്ട്. പിന്നെ പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ലല്ലോ? എന്തൊരു വർത്താനം ഈ പറയുന്നത്? പൈസ ഇല്ലാതെ ഇത്രയും വലിയൊരു ലിസ്റ്റും തയ്യാറാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. എടാ അത് അപ്പോഴത്തെ ആവേശത്തിന് പറഞ്ഞു പോയി. പക്ഷെ എന്തോ പറയാനാ നോക്കിയായിട്ട് പോലും. ഇതിപ്പോ അവര് സാധനങ്ങൾ നോക്കിയിരിക്കുക പാചകം ചെയ്യാൻ വേണ്ടിട്ട്. അതെ, എൻ്റെ കയ്യിലെന്തുണ്ട്? 130 രൂപ. അതിലെ 30 രൂപ പിള്ളേർക്ക് ഇന്നലെ കരോളിന്റെ ബാക്കി കൊടുക്കാവുള്ളേ. 100 രൂപ തൈര് മേടിച്ചാൽ ബാക്കി തങ്കഞ്ചേട്ടത്തേക്ക് കൊടുക്കും. അവര് മറന്നു പോകേണ്ടി വരിക്കുന്നേ. അപ്പൊ 630 രൂപയായി. 600 രൂപ ഇവിടുന്ന് 500 എൻ്റെ ഉണ്ട്. ഈ 500ഉം ആ 130 കൂടെ 630. അതും എടുക്കുന്നേ. അപ്പൊ ഇതുകൂടെ ഫണ്ടിലേക്ക് എടുത്തു. ഉള്ളതാവട്ടെ. പല തുള്ളി പെരുവെള്ളമല്ലേ, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണേ. ഈ തുള്ളി കൊണ്ട് ചിക്കൻ അല്ലാതെ വേറെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. ചിക്കൻ വാങ്ങാനുള്ള കാശായില്ലേ? അപ്പൊ ബാക്കിയുള്ളത് ആലോചിക്കാം. ആരുടെങ്കിലും ചോദിക്കാം. അൻസാർക്ക് എന്ന് വിളി. അൻസാറിനെ വിളിച്ചിട്ട് 10,000 അൻസാർ 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ് ക്രിസ്മസും ന്യൂ ഇയറും കഴിയുടെ വരെ എന്നെ വിളിക്കരുത്, പ്രത്യേകിച്ച് പൈസ ചോദിക്കാൻ വിളിക്കരുത് എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ നടനെ വിളിച്ചിട്ടേ മുത്തുലക്ഷ്മിയുടെ തങ്കരയും വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നടക്കൂലടേ. മുത്തുലക്ഷ്മിയിലേന്ന് നേരത്തെ കുറച്ചായിട്ട് വാങ്ങിച്ചാൽ തന്നെ ഒരു 10,000 രൂപ കൊടുക്കുന്നുണ്ട്. അതല്ലേ എന്തോ ചെയ്യാനാ. ഒറ്റ വഴി അപ്പക്കുട്ട സാറ്. എന്തോ ഇവിടെ പറയണത്? അപ്പക്കുട്ട സാറിനെ വിളിച്ചിട്ട് കാശ് ചോദിക്കാന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇപ്പൊ കഴിഞ്ഞ ഒരു സമ്മേളനത്തിന്റെ കണക്ക് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ആ കണക്ക് എത്തിക്കാൻ അതുകൊണ്ടും വിളിച്ചാൽ അത് ചോദിക്കും. തിരുവനന്തപുരത്തിന് ആർക്കെങ്കിലും ഉണ്ടോ പൈസ കൊടുക്കാൻ? അതെ, ഒന്നും വിചാരിക്കണ്ട, കനകമച്ചമ്പി വിളി. അതേ ഇനി നടക്കത്തുള്ളൂ. എന്റെ പട്ടി വിളിക്കും അവനാ. നീ എന്താടാ എന്നെ കളിയാക്കും? എടാ അവനൊരു ശകലം വിചാരം ഉണ്ടാ. ഈ ഒരു ആഘോഷം നടക്കുകയാണ്. അവന്റെ ഭാര്യ, അവന്റെ സഹോദരി, അവന്റെ മക്കൾ, അവന്റെ അമ്മ എല്ലാവരും ആ വീട്ടിൽ ഉണ്ടെന്ന്. അപ്പൊ അവൻ എന്താണ് ഇതെല്ലാം എല്ലാ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ വെച്ചിട്ട് അങ്ങ് മുങ്ങി. ഞാനിതെല്ലാം ചെയ്യണം, എന്നെ കൊച്ചാക്കണം, എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പോയി ഇരക്കണം. അതെല്ലാം അവന് കണ്ട് ആസ്വദിക്കണം. അതിന് എന്നെ കിട്ടൂല റൊണാൾഡോ. അത് ഞാൻ ഈ പറയില്ല, ഞാൻ ഇനി ഇവിടെ തെണ്ടി കുത്തുവാള എടുത്താലും അവനോട് ഞാൻ ചോദിക്കൂല. എവിടെ നിന്ന് തണ്ടി കുത്തോളം എടുക്കണം? നമുക്ക് വീട്ടിലോട്ട് പോയി ഉള്ള കാര്യം അവരോട് പറയാം. അതൊന്നും ശരിയാവൂലെന്ന്. പൈസ ഞാൻ ഒരു കാര്യം പറയട്ടെ. റോസ്മേരി ഒന്നും എന്റെ മച്ചമ്മ നടക്കാത്ത കാര്യം. അത് നടക്കും. എൻ്റെ മനസ്സ് പറയുന്നത് നടക്കും, ഉറപ്പാണ്. റോസ്മേരി രാവിലെ തൊട്ട് എന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക. അവിടെയൊക്കെ വീട്ടിൽ ചിലവര് പൈസ ഇട്ട് കൊടുത്തിട്ടില്ല. എടാ നീ ഇതിപ്പോ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറ. എന്നിട്ട് റോസ്മേരി എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ന്യൂ ഇയർ കഴിയുമ്പം കൊടുക്കാം. ആ ഒന്ന് വിളിച്ചു നോക്ക്. കിട്ടിയാ കിട്ടി, വിളിക്ക്, നടക്കും. ഹലോ റോസ്മേരി. ആ എപ്പാ? 2000 2000 മതി, ഉള്ളതാവട്ടെ. ഓ 2000 ഓക്കെ ഇല്ലേ? 2000 ഞാൻ പറഞ്ഞില്ലേ, വിളിച്ചാലല്ലേ കിട്ടുള്ളൂ. പോട്ടെ, 2000 അതായല്ലോ. 2000 ഓക്കെ ആയി. അച്ചമ്മയ്ക്കല്ല, എനിക്ക്. അവള് ചിക്കൻ കടയിലും ബീഫ് കടയിലും എല്ലാം പോയി സാധനം മേടിച്ചിട്ട് 2 QR കോഡ് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന്. അതിലേക്ക് 2000 രൂപ ഇട്ട് കൊടുക്കാൻ. ഞാൻ പറഞ്ഞില്ലേ നടക്കത്തില്ലെന്ന്. ഓഹോ, എന്ത് അവൻ വിളിക്കുന്ന പോലീസുകാരെ എന്നെ കളിയാക്കാൻ. എന്തായി എന്ന് അറിയാനായിരിക്കും. എന്നിട്ട് അവൻ ആസ്വദിച്ച് സന്തോഷിക്കാൻ വേണ്ടി അവനവനാക്കി ഉള്ള പ്രാരാബ്ദം മുഴുവൻ എൻ്റെ തലയിൽ വെച്ചിട്ട് അവൻ പോയേക്കാണ്. ഇങ്ങനെ ഒരുത്തന് കർത്താവേ, ഇങ്ങനെ ഒരു അളിയനും നീ അടുത്ത ജന്മത്തിൽ തരല്ലേ? പൈസ ഇല്ലാതെ ഇപ്പൊ ആ വണ്ടി പണിഞ്ഞ പൈസ പോലും കിട്ടിയില്ല. ഓ, വിളിച്ചിട്ടെടുക്കാത്തോണ്ടെങ്കിൽ അവൻ എന്തോ വോയിസ് തള്ളിയിരിക്കാൻ. അവനെ എന്നെ അങ്ങ് ഇൻസൾട്ട് ചെയ്ത് കാണണം അവന്. അവൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഓ ഹാപ്പി. ഞാൻ മാക്സിമം നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. DSP സാറും എല്ലാവരും ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒരു മാർഗമില്ല. അതുകൊണ്ടാണ്. എങ്ങനെ ക്രിസ്മസ് എങ്ങനെ അവിടെ? നിന്റെ ഈ പൈസ കുറവായിരിക്കും അല്ലേ? വിഷമിക്കണ്ട, ഞാൻ കുറച്ച് പൈസ നിനക്ക് അയച്ചിട്ടുണ്ട്. അതെടുത്ത് അങ്ങോട്ട് ചിലവാക്ക്. എന്നിട്ട് ക്രിസ്മസ് അങ്ങോട്ട് അടിച്ച് പൊളിക്ക്. ന്യൂ ഇയർ ഞാൻ കാണും. നമുക്ക് രണ്ടും കൂടി ചേർന്ന് ന്യൂ ഇയർ അടിച്ച് പൊളിക്കാം. ഓക്കെ? പിന്നെ വേറെ കാര്യം, ഞാൻ ഈ പൈസ അയച്ച കാര്യം വീട്ടിൽ ആരോടും പറയണ്ട കേട്ടോ? ഓക്കെ, ഹാപ്പി ക്രിസ്മസ്.
ഹാപ്പി ക്രിസ്മസ് അളിയാ. ഓക്കെ അളിയാ, ഹാപ്പി ക്രിസ്മസ്. ഈ അളിയ എന്തേലും പണ്ടേ ഇങ്ങനെയാണടാ, വെറുതെ എന്നെ കുറെ ടെൻഷൻ എടുപ്പി, എന്നിട്ടല്ലേ അവൻ തന്നെ ചെയ്തു തരും. കള്ളായി. പോയാലോ? നമുക്ക് 4 എന്നുള്ളത് 5 കിലോ ബീഫാക്കാം. വെറുതെ നമ്മൾ ടെൻഷൻ പിടിപ്പിക്കുക. ഇതൊക്കെയാ പാവത്തനെ പറഞ്ഞത്. ആര്? അയ്യോ എടാ അത് പറഞ്ഞ സ്നേഹത്തോടാ, ഉള്ളിലൊന്നും വെച്ചിട്ട് പറഞ്ഞല്ല. അല്ല അതുപോലെ തള്ള എവിടെയാ പിള്ളേക്ക് കേട്ടില്ലെന്ന് വരില്ല. അതുകൊണ്ട് അളിയനൊളിയനും എന്തും പറയാം. പറയാം പിന്നെ പക്ഷെ നീ എന്ന് പറയാൻ അളിയനൊന്നും പറയരുത്. ഞാൻ ഒന്നും പറയാം. പറഞ്ഞാ വിവരം അറിയും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നല്ല കരകളായിരുന്നല്ലേ, നല്ല കഴിക്കാൻ വിശന്നിട്ട് വയ്യ. സത്യം. എനിക്ക് നല്ല ക്ഷീണം കൊണ്ടിട്ട് എനിക്കൊന്ന് കിടക്കണം. നമ്മൾക്ക് വേണ്ട. ഗ്രൂപ്പ് സോങ്ങോ നമുക്ക് വേണ്ടെന്ന് ഒരുമിച്ച്. അത് വേണ്ടാത്തത്. ശരിക്കുള്ള സാന്താക്ലോസ് വന്നില്ലല്ലോ. നിങ്ങളൊക്കെ സന്തോഷിച്ചില്ലേ? നിങ്ങൾ വന്നതെന്താ പിന്നെ സാന്റാക്ലോസ് അല്ലേ? അല്ല, ശരിക്കുള്ള സാന്താക്ലോസ് ഞങ്ങള് പറഞ്ഞു. ശരിക്കുള്ള സാന്റാക്ലോസ്? എന്ത് സാന്റാക്ലോസിന്റെ കാര്യം നീ പറയണേ? ഗിഫ്റ്റും കൊണ്ടുവന്ന സാന്താക്ലോസ്. എന്റെ പൊന്നു കുഞ്ഞ്, ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇനി എന്തിനാ ഗിഫ്റ്റ്? അതേ കിടന്ന് ഉറങ്ങി കഴിയുമ്പോഴേ വരുള്ളൂ. നമുക്ക് വേണ്ട. ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഉറങ്ങി കിടക്കുമ്പോ വരും. ഈ കനകനെ പറഞ്ഞാ മതി, കേറി പോ. വിശക്കുമ്പോ തന്നെ കേറി പോരും. പിന്നെ ഇനിയിപ്പോ നിനക്കൊക്കെ വേണ്ടി സാന്റാക്ലോസിനെ കൊണ്ടുവരാൻ പോവാ. എല്ലാവർക്കും കൊടുത്ത ഭക്ഷണം. ക്രിസ്മസ് അപ്പൂപ്പൻ. ഹാപ്പി ക്രിസ്മസ്. നമ്മൾ പറഞ്ഞില്ലേ ക്രിസ്മസ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. കുട്ടികളിഞ്ഞു വരൂ. ഹാപ്പി ക്രിസ്മസ്. Oh, happy Christmas. Happy Christmas. God bless you. സന്തോഷമായോ? ഓക്കെ, എന്നാ ഗിഫ്റ്റ് നിങ്ങൾ അകത്ത് കൊണ്ടുപോയി പൊട്ടിച്ചോളൂ. Merry Christmas. Merry Christmas. Merry Christmas. Merry Christmas. കുട്ടികൾക്ക് സന്തോഷമായില്ലേ? മുതിർന്നവർക്കും സന്തോഷമായില്ലേ? സന്തോഷം. പിന്നെ അമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ മോൻ വരുമ്പോ പ്രത്യേകം പറയണം. കുട്ടികൾക്ക് ഉപദേശം കൊടുക്കണതും കഥ പറഞ്ഞു കൊടുക്കണതൊക്കെ നല്ല തന്നെ, പക്ഷെ അത് ബാക്കിയുള്ളവന് മെനക്കെട ഉണ്ടാക്കരുതെന്ന് പറയണം കേട്ടാ. എന്ത് കഷ്ടപ്പെടുന്ന അറിയാമോ ഇതൊക്കെ ഒപ്പിക്കാൻ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. മലകവാ പൂരിച്ചിട്ടുണ്ട്.
Aliens.